അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജ് വേരിയേഷൻ ഓൺ സിസ്റ്റം സ്റ്റെബിലിറ്റി. ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ആ ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ്. അതിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫീൽഡിൻ്റെ സർക്യൂട്ടും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ എന്താണ് മെക്കാനിക്കൽ ടോർക്ക്, ഇലക്ട്രിക്കൽ ടോർക്ക്, അത് കഴിഞ്ഞിട്ട് എന്താണ് 1/2 HS+KD, അത് നമ്മൾ നേരത്തെ നമ്മുടെ ഫീഡ്ബാക്കായിട്ട് വന്ന KD. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന K1, K2, K3, K4 ആ സംഭവങ്ങളെല്ലാം നമ്മുടെ ഫീൽഡ് സർക്യൂട്ടിലായിട്ട് വന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ ആ ഒരു ക്ലാസിക്കൽ ജനറേറ്റർ മോഡലിൻ്റെ അഡീഷണൽ ആയിട്ട് വന്നത് എഫക്റ്റ് ഓഫ് ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജ് വേരിയേഷൻ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതാണ് നമ്മുടെ ബേസിക്കലി ബ്ലോക്ക് ഡയഗ്രാം. ഇതിനകത്ത് കുറച്ച് K കോൺസ്റ്റൻസ് ഉണ്ട്. ദെൻ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്താണ് സ്റ്റേറ്റ് സ്പേസ്, ആ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇതിൽ ക്ലാസിക്കൽ ജനറേറ്റർ മോഡലിൻ്റെ എഴുതിയപ്പോൾ എന്താണ് ω/r ഡെൽറ്റയും വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ടേംസും അത് വരെ ഉള്ളായിരുന്നു. ഇവിടെ എന്ത് വന്നു, ഒരു ψFD എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടേമും കൂടെ വന്നു. അതാണ് നമ്മുടെ ഫീൽഡ് സർക്യൂട്ടിൻ്റെ ആ ഒരു ടേം. അത് രണ്ട് മെട്രിക്സിലും വന്നു. അവിടെ എന്താണ് ഡെൽറ്റ ψFDയുടെ ഒരു ടേമും വന്നു, അതുപോലെ ഡെൽറ്റ എന്താണ് EFDയുടെ ഒരു ടേമും വന്നു. അതാണ് അഡീഷണലി ഉള്ളത്. പിന്നെ ആ ഓരോ ടേംസും നമ്മൾ മറ്റേ ഇക്വേഷൻസിൽ എഴുതിയ പോലെ -KD/2H -K1/2H, അത് ഈ മെട്രിക്സിൻ്റെ A11, A12, A13 അതിൻ്റെ ഓരോ വാല്യൂസാണ് ഈ താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് K1 എന്താണ് ഡെൽറ്റ TE/ഡെൽറ്റ ടോ വിത്ത് കോൺസ്റ്റൻറ്റ് ψFD. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ ഡെൽറ്റ TE K1 ഡെൽറ്റ K2 ഡെൽറ്റ ψFD. അതെന്ന് വെച്ചാൽ നമുക്കിത് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. എന്താണ് ഡെൽറ്റ TE എന്താണ് K1, ഈ അവിടെ എന്താണ് സമ്മേഷനിൽ രണ്ട് ഇൻപുട്ട് വരുന്നുള്ളൂ. ഒന്ന് ഏതാണ് K1 × ഡെൽറ്റ ആൻഡ് പ്ലസ് K2 × ഡെൽറ്റ ψFD. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഡെൽറ്റ TE എന്താണ് നമ്മുടെ ഇക്വേഷൻസ് ലാസ്റ്റ് പറഞ്ഞ എന്താണ് K1 ഡെൽറ്റ TE/ഡെൽറ്റ F. അതായത് ഇപ്പോൾ ഇതെടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇപ്പം ഒരു ഇൻപുട്ട്, അതായത് ഡെൽറ്റ TE എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഡെൽറ്റ ψFD കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്തായിരിക്കും, K1 എന്തായിരിക്കും വരുന്നത്, K1 എന്താണ് ഡെൽറ്റ TE/ഡെൽറ്റ. അതുപോലെ ഇപ്പോൾ ഡെൽറ്റ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ K2 എന്ത് വരും, ഡെൽറ്റ TE/ഡെൽറ്റ ψFD. കാരണം K2 × ഡെൽറ്റ ψFD TE എന്ന് വരും, അതായത് ഇലക്ട്രിക്കൽ ടോർക്ക് വരും. അപ്പോൾ K2ൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കുക. ആ സെയിം മെത്തേഡ് പോലെ തന്നെയാണ് K1ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതാണ് ആ ഇക്വേഷൻസ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ എക്സ്പ്രഷൻസ് ഫോർ K1 and K2 ആർ ഗിവൺ ബൈ ഇക്വേഷൻസ് ആൻഡ് ദ കമ്പോണൻറ്റ് ഓഫ് ടോർക്ക് ഗിവൺ ബൈ K1 ഡെൽറ്റ ഈസ് ഇൻ ഫേസ് വിത്ത് ഡെൽറ്റ ആൻഡ് ഹെൻസ് റെപ്രസെൻറ്റ് സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റ്. അപ്പോൾ ആ ഒരു കമ്പോണൻറ്റ് ഓഫ് ടോർക്ക്, അതായത് K1 × ഡെൽറ്റ അതാണ് എന്ത് സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റും. അടുത്ത എന്താണ് K2 × ഡെൽറ്റ ψFD, ആ ടോർക്കാണ് എന്ത് ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജ്. അതാണ് നമ്മുടെ ഫീൽഡിൽ നിന്ന് വരുന്ന ആ ഒരു കമ്പോണൻറ്റ് ഓഫ് ടോർക്ക്, അതിനാണ് ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വി സീ ഫ്രം ദ ബ്ലോക്ക് ഡയഗ്രാം എന്താണ് നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഡെൽറ്റ EFD എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് 0 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ദ ഫീൽഡ് ഫ്ലക്സ് വേരിയേഷൻസ് ആർ കോസ്ഡ് ഓൺലി ബൈ ഫീഡ്ബാക്ക് ഓഫ് ഡെൽറ്റ. അപ്പോൾ അത് 0 ആയതുകൊണ്ട് എന്താണ് ആ ഡെൽറ്റ ത്രൂ K4 വഴി ഡെൽറ്റ എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് മാത്രമേ വരുള്ളൂ. കാരണം EFD എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും, നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ത് വരും എന്ന് വെച്ചാൽ ഫൈനലി നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഒന്ന് മനസ്സിലാവും. ഡെൽറ്റ TEൻ്റെ വാല്യൂ എന്ത് വരും, ഒന്ന് K1 × ഡെൽറ്റ വരും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് K4 × K2 × K3 × എന്താണ് ഡിവൈഡഡ് ബൈ 1 + ST3. അതിൽ നിന്ന് ബൈ ഡെൽറ്റ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് വരും, K1 മാത്രം എന്താണ് അവിടെ വരും, അതായത് ഡെൽറ്റ TE/ഡെൽറ്റ ആക്കി എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഡ്യൂ ടു ψFD. അപ്പോൾ എന്ത് വരും, മൈനസ് ഓഫ്, അവിടെ മൈനസ് സൈൻ ആണ് കിടക്കുന്നത്. സോ മൈനസ് ഓഫ് K2, K3, K4 ഡിവൈഡഡ് ബൈ എന്താണ് 1 + S/T3. ഈ ഡെൽറ്റ TE/ഡെൽറ്റ ടോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ K1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് K2, K3, K4 എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവാണ്. ഇത് ഫുൾ എന്താണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് എന്താണ് സിങ്ക്രണൈസിങ്, ആ ψFD എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്, സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റും ഉണ്ട്, എന്താണ് ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻറ്റും ഉണ്ട്.
ഇൻ സ്റ്റഡി സ്റ്റേറ്റ് അറ്റ് വെരി ലോ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ ഇപ്പോൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്താണ് പറയുന്നത്. 12.130 എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്താണ് താഴോട്ട് പറയുന്നത്. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ ലോ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസീസ് ആണെങ്കിൽ ഡെൽറ്റ ടി ഡ്യൂ ടു ഡെൽറ്റ എഫ് ഡി എന്ന് പറയുന്നത് എന്ത് വരും? അതായത് എസ് 0 ആവുന്നു. എസ് 0 ആകുമ്പോൾ അവിടെ എന്ത് വരും? ഡിനോമിനേറ്റർ എന്തായി പോവും? 1 ആയി പോവും. ദെൻ ബാക്കി എന്ത് വരും? -K2 K3 K4 ഇൻറ്റു എന്താണ്? ഇപ്പുറത്ത് നിന്ന് ഡെൽറ്റയും കൂടെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? ഇൻറ്റു ഡെൽറ്റയും കൂടെ വരും. അപ്പോൾ ടീൻ്റെ ഇക്വേഷൻ മാത്രമായിട്ട് കിട്ടും. ഓക്കെ, ദെൻ എന്താണ് ആ ഡെൽറ്റ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? T/ഡെൽറ്റയാണ് എന്ത്? K1. സോ അതിനെ നമ്മൾ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി റേഞ്ച് K2 K3 K4 എന്താണ്? ഈസ് ഈക്വൽ ടു K1 ആവുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ അറ്റ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി മച്ച് ഹയർ ദാൻ 1/T3. അപ്പോൾ ഇതോരോ കണ്ടീഷൻസ് ആണ്. ഒന്ന് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ വെരി ലോ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ആകുമ്പോൾ S ഈക്വൽ ടു 0. അടുത്തത് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി മച്ച് ഹയർ ദാൻ 1/T3. മച്ച് ഹയർ ദാൻ 1/T3 എന്ന് പറയുമ്പോൾ ആ ഇക്വേഷനിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ 1 + S × T3. ആ S ആണ് 1/T3ക്ക് എന്താണ്? ഒരുപാട് ഹയർ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 1 എന്നുള്ളൊരു ടേം പോവും. ദെൻ ബാക്കി ബാലൻസ് എന്ത് വരും? S × T3 മാത്രം വരും. ആ എസ്സിന് പകരം എന്താണ്? JΩ ഇട്ട് കൊടുക്കും. സോ JΩ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ താഴത്തെ J, അതായത് -1/J എന്ന് പറയുന്ന ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്ത് വരും? +J എന്ന് വരും. ഓക്കെ, അതാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇക്വേഷൻസ്, അതായത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസിൽ ഹയർ ഓസിലേഷൻസ് വന്നപ്പോൾ, അല്ല ഓസിലേറ്റീവ് ഫ്രീക്വൻസി ഹയർ ആയിരുന്നപ്പോൾ വന്നപ്പോൾ എന്താണ് ആ ഒരു ചേഞ്ചാണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒന്ന് സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റും ഒന്ന് എന്താണ്? ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻറ്റ്. ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? SI/FD റിസൾട്ട്സിന് പോസിറ്റീവ് ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻറ്റ്, നെഗറ്റീവ് സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റ്. അപ്പോൾ ഒരു 1 ഹെഡ്സിൽ ഉള്ള ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ SI/FD എന്ത് വരും? ഡാമ്പിംഗ് ടോർക്ക് പോസിറ്റീവും പിന്നെന്താണ്? സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റ് എന്താണ്? നെഗറ്റീവാണ്. ഇത് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാവും. Net effect is to reduce slightly the synchronizing torque component and increase the damping torque component. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? സിങ്ക്രണൈസിങ് ടോർക്ക് കമ്പോണൻറ്റ് കുറച്ചിട്ട് ഡാമ്പിംഗ് ടോർക്ക് എന്താണ്? കൂടും. അടുത്തത് സ്പെഷ്യൽ സിറ്റുവേഷൻസ് വിത്ത് K4 നെഗറ്റീവ്. നമ്മുടെ K4ൻ്റെ വാല്യൂസ് ആണ് ഇവിടെ ചേഞ്ച് ആയി വരുന്നത്. അപ്പോൾ K4 നെഗറ്റീവ് വന്നാൽ അത് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ആണ്. അതെന്ത് വരും? The coefficient K4 is normally positive as long as it is positive. The effect of field flux variation due to armature reaction is to introduce a positive damping torque. അപ്പം K4 നോർമലി പോസിറ്റീവ് ആവുന്നത്, അത് അത്രയും പോസിറ്റീവ് ആവുന്ന ടൈമിൽ എന്തായിരിക്കണം? നമ്മുടെ ഫീൽഡ് ഫ്ലക്സ് വേരിയേഷൻ, ഇത് ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫീൽഡ് ഫ്ലക്സ് വേരിയേഷൻ SI/FD എന്ന് പറയുന്നത് ഈസ് ടു ഇൻട്രൊഡ്യൂസ് എന്താണ്? പോസിറ്റീവ് ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ TD എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ദെൻ also K4 can be negative when a machine is connected to a large local load supplied partly by a generator and partly by the remote large system. അപ്പോൾ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ ലാർജ് ലോക്കൽ ലോഡിലാണെന്നുണ്ടെങ്കിലാണ് K4 എന്താണ്? നെഗറ്റീവ് ആവുന്നത്. അണ്ടർ സച്ച് കണ്ടീഷൻ the torque produced by induced currents in the field due to armature reaction have components out of phase with delta omega and produce negative damping. അവിടെ എന്ത് വരും? നെഗറ്റീവ് ഡാമ്പിങ് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് വരുന്ന സമയത്ത് എന്താണ്? പോസിറ്റീവ് ഡാമ്പിംഗ് ടോർക്ക് ആയിരിക്കും. അപ്പോൾ K4 നെഗറ്റീവ് വരുമ്പോൾ എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ നെഗറ്റീവ് ഡാമ്പിംഗ്. ഓക്കെ, അതാണ് നമ്മുടെ ഫീൽഡ് ഫ്ലക്സ് വേരിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ മോഡൽ ഓഫ് ജനറേറ്റർ, അവിടെ എന്താണ്? ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജ് വരുമ്പോഴുള്ള അഡീഷണൽ കാര്യമാണ് ആ ഒരു ഇത് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു എക്സൈറ്റേഷൻ സിസ്റ്റം, അതായത് ഇത്രയും പഠിച്ച് ഈ ഫീൽഡ്, അതായത് ഫസ്റ്റ് നമ്മൾ ക്ലാസിക്കൽ ജനറേറ്റർ മോഡലിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. അതിൻ്റെ കൂടെ എന്ത് വന്നു? ഫീൽഡ് ഫ്ലക്സ് വേരിയേഷൻ വന്നു. അപ്പോൾ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ബ്ലോക്സ് വന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്ന എഫക്റ്റ് ഓഫ് എക്സൈറ്റേഷൻ സിസ്റ്റം, ഫീൽഡ് ഫ്ലക്സും പോരാഞ്ഞ് മറ്റേ എക്സൈറ്റേഷൻ സിസ്റ്റം കൂടെ വരുമ്പോഴത്തേക്ക്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഫീൽഡും കൂടെ ഉള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ എന്താണ്? എക്സൈറ്റേഷൻ സിസ്റ്റം കൂടെ വരുമ്പോഴുള്ള എഫക്റ്റാണ് ഇനി പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമുക്ക് എന്താണ്? D കമ്പോണൻറ്റ് ആൻഡ് Q കമ്പോണൻ്റ് ഉണ്ട്. സോ ET ഈസ് ഈക്വൽ ടു എന്താണ്? ET എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ജനറേറ്റർ. അതെന്ത് വരും? ഡാമ്പിങ് അല്ല, D കമ്പോണൻറ്റ് ആൻഡ് Q കമ്പോണൻറ്റ് അത് രണ്ടും വരും. സോ സ്ക്വയറിങ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു സ്മോൾ ഡീവിയേഷൻ കൊടുക്കും. സ്മോൾ ഡീവിയേഷൻ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ സെക്കൻഡ് ഓർഡർ, അതായത് സ്ക്വയർ വരുന്ന ടേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്തു. ബാക്കി വന്ന ആ ടേംസ് മാത്രമേ എഴുതിയുള്ളൂ. അതായത്
ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab വരും. അതിനകത്ത് എ സ്ക്വയറും ബി സ്ക്വയറും കളഞ്ഞു. ആ എ ബിയുടെ ഇക്വേഷൻ മാത്രമേ വരത്തുള്ളൂ. ആ 2ab മൊത്തത്തിൽ വന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്കൻഡ് ഓർഡർ ടേംസ് ഫുൾ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി ടേംസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ എന്താണ് ET0 കൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ഡെൽറ്റ ഇ ഡി, ആ ഒരു സ്മോൾ ഡീവിയേഷൻ്റെ ആ രണ്ട് വാല്യൂസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ ഇ ഡിയുടെ വാല്യൂ, ഡെൽറ്റ ഇ ക്യൂൻ്റെ വാല്യൂ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഇവിടെ ഡെൽറ്റ ഇ ടി എന്ന് പറയുന്ന ടേം എന്താണ്? K5 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ പ്ലസ് K6 ഇൻറ്റു ഡെൽറ്റ സൈ എഫ് ടി. അതാണ് ഇവിടെ അഡീഷണലി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സൈറ്റേഷൻ സിസ്റ്റം മാത്രം. എക്സൈറ്റേഷൻ സിസ്റ്റം വിത്ത് AVR എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം മാത്രമാണ് നമ്മുടെ എക്സൈറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോ ഇത് നമ്മൾ എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ നേരത്തെ ആ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്ന EFD ഇല്ലേ, ആ EFD എന്ന് പറയുന്നത് നേരത്തെ നമ്മളെ ഫീൽഡ് ഫ്ലക്സ് EFD ഈസ് ഈക്വൽ ടു 0 കൊടുത്ത ആ ഒരു സ്റ്റേജിലെ ആ ഒരു കമ്പോണൻറ്റിലോട്ടായിരിക്കും ഈ EFD എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരുന്നത്. ദെൻ ET എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സമ്മേഷൻ, ഡെൽറ്റ ഡെൽറ്റ എന്നൊരു ടേം എടുക്കും, ഡെൽറ്റ സൈ എഫ് ഡി എന്നൊരു ടേം എടുക്കും. അതിൻ്റെ രണ്ടിൻ്റെ കോഎഫിഷ്യൻസ് എന്നാണ് K5ഉം K6 എന്ന് പറയുന്ന പുതിയ രണ്ട് ടേംസ് വരും. അതാണ് ആ ഇക്വേഷൻസ് വരുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് മെട്രിക്സിൽ എന്ത് വരും? അഡീഷണൽ ഒരു ടേമും കൂടെ വരും. ഒരു V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജിൻ്റെ കമ്പോണൻറ്റും കൂടെ വരും. അതാണ് നമ്മുടെ ആ സ്റ്റേറ്റ് സ്പേസിൽ വരുന്ന ഒരു വേരിയേഷൻ. ദെൻ ഈ ബ്ലോക്ക് ഡയഗ്രാം കണ്ടോ? ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ആ ഡെൽറ്റ EFD ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിങ് ആ എക്സൈറ്റർ കഴിഞ്ഞ് വരുന്ന ഡെൽറ്റ EFD മുതൽ എന്താണ് നമ്മുടെ പഴയ ബ്ലോക്ക് ഡയഗ്രമാണ്. അഡീഷണൽ വന്ന എന്താ? ആ ഒരു എക്സൈറ്റർ, അതായത് ഇവിടെ കാണിച്ച ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ത് വന്നു? ഈ ഒരു എക്സൈറ്റർ, അതുപോലെ ടെർമിനൽ വോൾട്ടേജ് ട്രാൻസ്ഡ്യൂസർ ET, ആ ഒരു സാധനം അഡീഷണലി വന്നു. ആ EFD ഔട്ട് വന്നതാണ് അവിടെ വന്നത്. ദെൻ ട്രാൻസ്ഡ്യൂസർ ഇതേ താഴെയുണ്ട്. നമ്മൾ പറഞ്ഞു ഡെൽറ്റ ET എന്തിൻ്റെയൊക്കെ ടേംസിലാണ്? K5 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ ആൻഡ് K6 ഇൻറ്റു ഡെൽറ്റ സൈ എഫ് ടി. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മേഷനാണ് എന്ത്? വോൾട്ടേജ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ടിൽ വരുന്ന ET എന്ന് പറയുന്നത്. ആ ET നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒരു സമ്മേഷൻ ബ്ലോക്ക് ഡയഗ്രാം കൊടുത്ത് സൈ എഫ് ഡിയും ഡെൽറ്റ ഡെൽറ്റയും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ അതിൽ നമ്മളൊരു K5 വെച്ചിട്ടും എടുത്ത് ഒരു K6 വെച്ചിട്ടും രണ്ട് കമ്പോണൻസ് ആക്കി എടുത്തു. ദെൻ വോൾട്ടേജ് ട്രാൻസ്ഡ്യൂസർ, ബാക്കി നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ എക്സൈറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതാണ് വിത്ത് എക്സൈറ്റർ ആൻഡ് AVR, അതായത് ആ ജനറേറ്റർ മോഡൽ വിത്ത് എന്താണ് എക്സൈറ്റർ ആൻഡ് AVR എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എഴുതേണ്ട സംഭവം. ഓക്കെ, ഇതിനകത്തും എന്താണ് നമ്മുടെ എക്സൈറ്ററിന് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ്? തൈറിസ്റ്റർ എക്സൈറ്ററിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് KA എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് ET എന്ന് പറയുന്നതാണ് K5 ഡെൽറ്റ ഡെൽറ്റ പ്ലസ് K6 ഡെൽറ്റ സൈ എഫ് ടി. അത് നമ്മൾ എഴുതിയായിരുന്നു. ആൻഡ് K6 എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. K5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ ആണ്. അത് ഐദർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എടുക്കുക. നമ്മൾ നേരത്തെ K4ൻ്റെ കേസ് എടുത്ത പോലെ നേരത്തെ നമുക്ക് വന്ന എന്താണ്? K4 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ ഇല്ലേ. സോ ആ K4 ആണ് നമ്മൾ ഐദർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് പറഞ്ഞത്. ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ K5 ആണ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇത് എഴുതിയത്, അതായത് എഫക്റ്റ് ഓഫ് AVR ഓൺ സിങ്ക്രണൈസിങ് ആൻഡ് ഡാമ്പിങ് ടോർക്ക് കമ്പോണൻറ്റും പറഞ്ഞ് ഇത് എഴുതിയത് നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയതുപോലെ ആ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇതിൽ നമ്മൾ എഴുതിയ എന്താണ്? ഡെൽറ്റ സൈ എഫ് ഡിയുടെ ഇക്വേഷൻ എഴുതി. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഡെൽറ്റ സൈ എഫ് ഡി ഇവിടുന്ന് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ഡെൽറ്റ സൈ എഫ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടുന്ന് K4 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ, അതുപോലെ K3, അവിടുന്ന് വരുന്ന എന്താണ്? EFD എന്ന് വരും. EFD എന്ന് വരുന്ന ടേം എന്താണ്? GEX ബൈ 1 പ്ലസ് STR ഇൻറ്റു ET എന്ന് പറയുന്ന ടേമാണ് ആ K5 ഡെൽറ്റ ഡെൽറ്റ പ്ലസ് K6 ഡെൽറ്റ സൈ എഫ് ടി. ദെൻ K4 നിന്ന് വരുന്ന ഒരു ഡെൽറ്റ വരും. അതെല്ലാം കൂടെ വന്നിട്ട് എവിടെയാണ്? K3 ബൈ 1 പ്ലസ് S3. അതാണ് നമ്മുടെ എന്താണ്? ഡെൽറ്റ സൈ എഫ് ഡി എന്ന് പറയുന്ന ടേം. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അവിടെയും റൈറ്റ് സൈഡിലും ഡെൽറ്റ സൈ എഫ് ഡി ഉണ്ട്. സോ അത് മൊത്തത്തിൽ സോൾവ് ചെയ്തിട്ട് ഡെൽറ്റ സൈ എഫ് ഡി മാത്രം ആക്കി എടുത്ത് എഴുതിയതാണ് നമ്മളിവിടെ. ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ TE ബൈ ഡെൽറ്റ സൈ എഫ് ഡി ആണ് നമ്മുടെ K2 എന്ന് പറഞ്ഞ ഇക്വേഷൻ. സോ അത് എഴുതി. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? K5 ആണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞിരുന്നത്. സോ വിത്ത് K5 പോസിറ്റീവ് ആകുമ്പോൾ എന്താണ്? ദ എഫക്റ്റ് ഓഫ് AVR ഈസ് ടു ഇൻട്രൊഡ്യൂസ് എ നെഗറ്റീവ് സിങ്ക്രണൈസിങ് ടോർക്ക് ആൻഡ് എ പോസിറ്റീവ് ഡാമ്പിങ് ടോർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ടോർക്കിൻ്റെ കേസ് പറയണം. കാരണം നമ്മൾ ഇവിടെ എഫക്റ്റ് ഓഫ് സിങ്ക്രണൈസിങ് ടോർക്ക് ആൻഡ് ഡാമ്പിങ് ടോർക്ക് എന്നാണ് നമ്മുടെ ഹെഡിങ്. സോ നമ്മൾ എന്ത് പറയണം? K5 പോസിറ്റീവ് ആവുന്ന ടൈം നമ്മൾ നേരത്തെ K4 ഡെൽറ്റ ഡെൽറ്റ വരുമ്പോൾ K4 പോസിറ്റീവ് ആകുമ്പോൾ എന്താണ്? നമുക്ക് പോസിറ്റീവ് ഡാമ്പിങ് ടോർക്കും
അതുപോലെ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ഡാമ്പിംഗ് ടോർക്കും ആയിരുന്നു. പക്ഷേ ഇവിടെ K5 പോസിറ്റീവ് ആവുന്ന സമയത്ത് പോസിറ്റീവ് ഡാമ്പിംഗ് ടോർക്ക് തന്നെയാണ്, പക്ഷേ എന്താണ്, നെഗറ്റീവ് സിങ്ക്രണൈസിങ് ടോർക്കാണ്. ഓക്കെ, ദ കോൺസ്റ്റൻറ്റ് K5 ഈസ് പോസിറ്റീവ് ഫോർ ലോ വാല്യൂസ് ഓഫ് എക്സ്റ്റേണൽ സിസ്റ്റം റിയാക്റ്റൻസ് ആൻഡ് ലോ ജനറേറ്റഡ് ഔട്ട്പുട്ട്. ആ ടൈമിലൊക്കെയാണ് K5 പോസിറ്റീവ് ആവുന്നത്. നെക്സ്റ്റ്, the reduction in K5 due to AVR action in such cases is usually of no particular concern because K1 is so high that the net case is significantly greater than 0. With K5 negative, K5 negative ആകുമ്പോൾ എന്ത് വരണം, the AVR action introduces a positive synchronizing torque component and negative damping torque component. അപ്പോൾ K5 നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്, ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻറ്റ് നെഗറ്റീവ് ആണ്, പക്ഷേ എന്താണ്, നേരെ തിരിച്ച് പോസിറ്റീവ് സിങ്ക്രണൈസിങ് ടോർക്ക് വരണം. സിങ്ക്രണൈസിങ് ടോർക്ക് എന്ത് വരണം, പോസിറ്റീവ് വരണം. ദീസ് എഫക്റ്റ് ഈസ് മോർ പ്രൊണൗൺസ്ഡ് ആസ് ദ എക്സൈറ്റർ റെസ്പോൺസ് ഇൻക്രീസസ്. അപ്പോൾ ഇതെന്താണ്, എക്സൈറ്റർ റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് സിങ്ക്രണൈസിങ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക് കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് നേരത്തെ, അതായത് ഫീൽഡ് ഫ്ലക്സ് ലിങ്കേജിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ എക്സൈറ്റർ വിത്ത് AVRലും ഇക്വേഷൻസ് ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. ഇപ്പോൾ SIFD ആണ് നമ്മൾ എഴുതിയെന്നുണ്ടെങ്കിൽ SIFDയിലോട്ട് വരുന്ന കമ്പോണൻറ്റ് എന്താണ്, ഫസ്റ്റ് K3/1+S3 എന്ന് പറയുന്നത്. അത് ഇൻറ്റു ആ ഒരു സമ്മേഷൻ പാർട്ടിൽ എന്തൊക്കെ വരും, K4 ഇൻറ്റു ഡെൽറ്റ വരും. ദെൻ ഈ ഡെൽറ്റ EFD എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ്, GE ഓഫ് എക്സ്, അതായത് എക്സൈറ്ററിൻ്റെ ബ്ലോക്ക്, അത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ആ നെഗറ്റീവിൽ എന്തൊക്കെ വരും, ഇത് 1/1+STR വരും. അത് ഇൻറ്റു ഡെൽറ്റ ET എന്ന് പറയുന്നത് എന്താണ്, K6 ഇൻറ്റു ഡെൽറ്റ SIFD പ്ലസ് എന്താണ്, K5 ഇൻറ്റു ഡെൽറ്റ. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്നതാണ് എന്ത്, ഡെൽറ്റ SIFDയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയായപ്പോൾ നമ്മുടെ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ.